ഇന്നൊരു ഞായറാഴ്ചയാണേ. മഴയെല്ലാം കഴിഞ്ഞ് നിൽക്കുന്നൊരു വയലിൻ്റെ ഭംഗിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങൾ ചിക്കൻ വാങ്ങാൻ പോവുക കേട്ടോ. ഞാനും ഏട്ടനും കുഞ്ഞും കൂടിയാണേ പോകുന്നത്. ഏട്ടൻ എവിടെ പോകുമ്പോഴും ഈ ജമ്പനും തുമ്പനും പോലെ പിന്നാലെ ഞാനും കയറും കേട്ടോ. എന്നെക്കൊണ്ട് പറ്റാവുന്നിടത്തൊക്കെ ഞാൻ പോവും. ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും ഞാൻ കൂടെ പോവും, എന്തിനാണേലും ഞാൻ കൂടെ പോകും. ഇപ്പോൾ ഇതാ കുഞ്ഞും അങ്ങനെ പഠിച്ചു കേട്ടോ. അവൾ നല്ല ഉറക്കമാണേ. അങ്ങനെ ഏട്ടൻ ചിക്കൻ വാങ്ങാൻ പോകുന്നതിൻ്റെ കൂടെ ഏട്ടന് കുറച്ച് ജോലിയുണ്ട് കേട്ടോ അവിടെ ഒരു കടയിൽ. അങ്ങനെ പോണ വഴിക്ക് ഏട്ടൻ എനിക്കൊരു പഴം പഫ്സ് എന്ന് വാങ്ങിക്കൊണ്ട് തന്നിട്ട് ഞങ്ങൾ ചിക്കനെല്ലാം വാങ്ങി പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. വേഗം തന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പ്ലേറ്റിൽ കുറച്ച് ചിക്കൻ എടുത്ത് ഉപ്പ്, മഞ്ഞൾ, മുളക്, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുപ്പിൽ തീയെല്ലാം വെച്ചിട്ട് കത്തിച്ച് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ഞങ്ങൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുക കേട്ടോ. ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുകയാണ്. ഇവർ രണ്ടുപേരും താഴെ ഇരുന്ന് ഫ്രിഡ്ജിൻ്റെ അടുത്തുനിന്ന് ഫുള്ള് കച്ചറയാട്ടോ. അവർ ഗ്രോസറീസ് എല്ലാം അടക്കി വെക്കുക. ഇന്ന് കുറേ സാധനങ്ങൾ വാങ്ങിയായിരുന്നു. ഒരാഴ്ചത്തേക്കുള്ള ഷോപ്പിംഗ് കഴിഞ്ഞ് അതെല്ലാം അവർ ഫ്രിഡ്ജിനകത്ത് അടക്കി വെക്കുക. അത് ഏട്ടൻ്റെ ഡ്യൂട്ടി കേട്ടോ. എപ്പോൾ വീട്ടിൽ സാധനങ്ങൾ വാങ്ങിയാലും ഏട്ടൻ എല്ലാ സാധനവും നല്ലപോലെ പാക്ക് ചെയ്തിട്ടും സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ. അങ്ങനെ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണേ. ചിക്കൻ ഫ്രൈ വറുത്ത് കോരിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കുറച്ച് ഉള്ളി വഴറ്റി അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഇതുപോലെ ഉപ്പ്, മഞ്ഞൾ, മുളക്, മസാലകളെല്ലാം ഇട്ട് വേവിക്കാൻ വെച്ചേ. ഉള്ളി വഴണ്ട് വരുമ്പം ഉള്ളിയും തൊട്ടപ്പുറത്ത് വിസിലടിച്ച ചിക്കൻ ഉണ്ടായിരുന്നു. മഞ്ഞളും മുളകും ഉപ്പും മല്ലിപ്പൊടിയും ഇട്ടിട്ട് വിസിലടിച്ച ചിക്കനും തമ്മിൽ മിക്സ് ചെയ്തിട്ട് ഒരു ചിക്കൻ കറി സെറ്റാക്കി കേട്ടോ പെട്ടെന്ന് തന്നെ. അങ്ങനെ ചിക്കൻ കറി ആയപ്പം ഞങ്ങൾക്ക് ചെറുതായിട്ട് വിശക്കാനൊക്കെ തുടങ്ങി. 2 മണിയൊക്കെ ആയി കേട്ടോ. ചോറ് തിന്നേണ്ട സമയം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ അപ്പോഴാണ് തൊട്ടപ്പുറത്തെ വീട്ടിലെത്താത്ത കുറച്ച് പുഴുങ്ങിയ ചക്കയും കൊണ്ടുവരുന്നത്, ചക്കപ്പുഴുക്ക്. ഞങ്ങളതെടുത്തിട്ട് കുറച്ച് ചിക്കൻ കറി എല്ലാം ഒഴിച്ച് തട്ടി കേട്ടോ. അങ്ങനെ അത് കഴിച്ച് നോക്കുമ്പോൾ വിശപ്പില്ല. പിന്നെ ചോറ് വെച്ചില്ലല്ലോ, കറിയും ചിക്കൻ ഫ്രൈയും അല്ലേ ആയുള്ളൂ. അങ്ങനെ ഇനി പിന്നെ കുറച്ച് ചോറ് വിസിലിട്ട്, ഞാൻ കുക്കറിലാണ് ചോറ് വെക്കുന്നത്, എനിക്കിവിടെ അടുപ്പൊന്നുമില്ല. അങ്ങനെ ചോറ് വിസിലിട്ട് പെട്ടെന്ന് തന്നെ ചോറുമായി. പിന്നെ ഞങ്ങൾ ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും കൂടെ മഴയത്തിരുന്ന കേട്ടോ കഴിച്ച്. മഴയത്തിരുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉമ്മറത്തേക്ക് നല്ലോണം മഴയടിക്കും കേട്ടോ, മഴപ്പാറ്റിലടിക്കും. ഞങ്ങൾ മഴയത്ത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കൊലായിൽ പോയിട്ടിരുന്നാണ് കഴിച്ചത്. ചിക്കൻ ഫ്രൈ അടിപൊളിയായിരുന്നു കേട്ടോ. ചിക്കൻ കറിയും കുഴപ്പമില്ലായിരുന്നു. ഞാൻ തട്ടിക്കൂട്ടി വെക്കുന്നതാണ്. അങ്ങനെ ചിക്കനെല്ലാം കഴിച്ച് പിന്നെ ഒന്നും പറയണ്ട, ഒരു ബോധവുമില്ല. 3 പേരും നല്ലപോലെ ഉറങ്ങിപ്പോയി ഗൈസ്. ഞങ്ങളൊരു 3 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങിയിട്ട് പിന്നെ എണീക്കുന്നത് രാത്രി 7:30-ക്കാണ്. ഉച്ചയ്ക്കൊക്കെ നല്ല മഴയായതിനാൽ കറണ്ട് വന്നും പോയി ഇങ്ങനെ കളിച്ച് അവസാനം കറണ്ട് അങ്ങോട്ട് പോയി മൊത്തത്തിൽ. അപ്പോൾ ഞങ്ങൾ ലൈറ്റെല്ലാം ഓഫായിരുന്നു, ഫാനെല്ലാം ഓഫായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഞാൻ എണീറ്റ് നോക്കുമ്പോൾ ലൈറ്റും ഫാനും ഒന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും കറണ്ടൊന്നുമില്ല, ഇപ്പോൾ എണീക്കണ്ടെന്ന്. അങ്ങനെ പോയി ഒറ്റ ഉറക്കം ഉറങ്ങിയിട്ട് പിന്നെ എണീക്കുന്ന 7 മണിക്കാട്ടോ. 7 മണിക്ക് എണീച്ച് നോക്കുമ്പോൾ നമ്മുടെ കൊലായിലും മുറ്റത്തും ഒക്കെ നിറച്ചൊരു കറുത്ത കുഞ്ഞു പ്രാണി. അപ്പോൾ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങളറിയാഞ്ഞിട്ടാ. അങ്ങനെ കുഞ്ഞു പ്രാണികളുണ്ട്, ഫുള്ള് പ്രാണി. ഒരു ബൾബിനടിയിൽ മുഴുവൻ പ്രാണി ഉണ്ട്. മുന്നിലോട്ടുള്ള ഒരു ലൈറ്റ് ഇട്ട് വെച്ചായിരുന്നു, അതിൻ്റെ അടിയിൽ മുഴുവൻ പ്രാണി. അങ്ങനെ ഞാൻ അടിച്ചു വാരി കേട്ടോ അതിനെ. ഇപ്പോൾ അതൊരു സ്ഥിരം പണിയാണ്, എന്നും പ്രാണി ഉണ്ടാവും. പലതരം പാറ്റകൾ. മഴ പെട്ടെന്ന് പെയ്തപ്പോൾ അങ്ങനെയാണ്, ഫുള്ള് പ്രാണി ശല്യം. ബെഡിലെല്ലാം വരും കേട്ടോ. ബെഡിൽ അത് എത്തിക്കഴിഞ്ഞാൽ കുഞ്ഞുള്ളതുകൊണ്ട് 0 ലാമ്പ് ഇട്ട് വെക്കുമല്ലോ, അങ്ങനെ ബെഡിലെത്തിയാൽ ഭയങ്കര ശല്യമാണ്. ഇപ്പോൾ എന്നിട്ട് വെളിച്ചമൊന്നും ഇല്ലാണ്ട് കിടക്കല കേട്ടോ. കുഞ്ഞിൻ്റെ കൂടെ കുഞ്ഞ് ലൈറ്റ് ഇട്ട് വെച്ച് കിടന്ന് എനിക്കും ഏട്ടനും ഒക്കെ അത് ശീലമായിരുന്നു. ഇപ്പം ഞങ്ങളത് ഓഫാക്കിയിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ഞായറാഴ്ച അങ്ങനെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് ഈ ഞായറാഴ്ചകളിൽ ഇവിടെ നിൽക്കാൻ പറ്റാറില്ല. കണ്ണൂർ വീട്ടിൽ മിക്കപ്പോഴും ഉണ്ടാവാറില്ല. ഞങ്ങൾ ശരിക്കുള്ള നാട് കോഴിക്കോടാട്ടോ. ഞങ്ങൾ ഞായറാഴ്ചയൊക്കെ മിക്കപ്പോഴും ഞാൻ കോഴിക്കോട് പോകാറുണ്ട്, അതാണ് നിങ്ങൾ കണ്ടത്. പിന്നെ രാത്രി ഒരു നൂഡിൽസ് തട്ടിക്കൂട്ടിയായിരുന്നു കേട്ടോ. കുറച്ച് ചിക്കനെല്ലാം വാരിയിട്ടിട്ട് എൻ്റെതായ ഒരു റെസിപ്പി ഉണ്ടാക്കിയായിരുന്നു. എങ്ങനെയൊക്കെയോ കഴിച്ചു. അങ്ങനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറന്നു പോകല്ലേ, ലൈക്ക് ചെയ്യണേ.